കാര്യത്തിൽ കിളിക്കൊരു സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിധിയുടെ തീരുമാനം കേട്ടിട്ട് തീരുമാനിക്കുന്നുണ്ട് നീതു. എന്തായാലും ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ, ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ എന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ടതും വീണ്ടും നീതു പറയുന്നുണ്ട്, ഇല്ല ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് അവരുടെ അടി കൊള്ളാനും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും അതുമാത്രമല്ല ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ദോഷം ഉണ്ടാകാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് സുഭാഷ് വരുന്നുണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ കല്യാണം നിങ്ങളെ നടത്തിത്തരാം, പക്ഷേ ഇപ്പോൾ വീട്ടിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നിധി. അങ്ങനെ നിധി പറയുക, എന്താ ഞാനാണെങ്കിൽ ഇവിടെ വന്ന് പെട്ടുപോയെന്നുമല്ല, ഈ വീട്ടിൽ വന്നു പോയി ഈ സാഹചര്യം കൊണ്ട് ഇവിടെ നിന്ന് പോയെന്നു. എന്തായാലും ഇനിയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഗതി നിങ്ങൾക്ക് വരരുത്, നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ആളിനെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ ഇരിക്കുന്നതല്ലേ നല്ലത്, വീട്ടുകാരുടെ സമ്മതത്തോടെ. അപ്പോഴത്തേക്കും നീത് പറയുക, ഇല്ല ഇനി സമ്മതത്തോടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ പറയുക, ഭാസ്കരൻ നമുക്കിനി കല്യാണമായിട്ട് ഒരു രജിസ്റ്റർ മാരേജ് ചെയ്താലോ, അപ്പോഴത്തേക്കും ആരും ഇനി അവകാശം പറഞ്ഞു വരില്ലല്ലോ, പ്രായപൂർത്തിയായ 2 പേരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭാസ്കറിൻ്റെ നിർദ്ദേശപ്രകാരം സുധീഷും പറയുന്നുണ്ട്, എടാ നീ ആണെങ്കിൽ പ്രേമിച്ചതല്ലേ, ഇനിയാണെങ്കിൽ കല്യാണം കഴിച്ച് ഇനി വീട്ടിൽ വന്നില്ലേ, കല്യാണം കഴിക്കാൻ നോക്ക്, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്, അല്ലാതെ ഇനിയും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ അവളിവിടെ വീട്ടിലുണ്ട്, അത് നമുക്ക് തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, ഒരു രജിസ്റ്റർ മാരേജ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരുങ്ങി പോകുന്നുണ്ട്. നല്ലതുപോലെ സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ ചൂടി നല്ലതുപോലെ ഒരുക്കി കൊണ്ടുപോകുന്ന നീതുവിനെ കണ്ട് ഹരീഷ് നോക്കി പറയുക, കണ്ടോ ഇതാ ഞാൻ സ്വപ്നം കണ്ടത്, പക്ഷേ എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഹരീഷേ എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അങ്ങനെ കയ്യിൽ പിടിച്ച് പറയുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് തുറന്ന് പറയാത്തതാണ്, നിനക്ക് ഒരു ദോഷവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഭവിച്ചത് എന്താണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നീതുവിന് വളരെ സന്തോഷമാവുകയും നീതുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് സുധീഷ് പറയുക, ആ മതി ഇനിയിപ്പോൾ കല്യാണം നടത്താൻ പോവുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കാർ വന്ന് എല്ലാവരും കയറുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുക, ഞാനാണെങ്കിൽ ബേക്കിൽ നിന്ന് വന്നോളാം, നിങ്ങളാദ്യം പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നിങ്ങൾ ബേക്കിൽ നിന്ന് വരുന്നത്, വണ്ടിയിൽ സ്ഥലമുണ്ടല്ലോ കയറിക്കോ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അവിടെ എത്തുകയും രജിസ്റ്റർ മാരേജ് ചെയ്യുകയും എല്ലാവരും സാക്ഷികളായിട്ട് സുഭാഷും അതുപോലെ തന്നെ ഭാസ്കരനൊക്കെ ഒപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവിടെ നീതുവിൻ്റെ ആങ്ങളെ വന്ന് നിന്നിട്ടാണെങ്കിൽ കൂട്ടുകാരന്മാരുമായിട്ട് എല്ലാവരുമായിട്ട് നിന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ആരെങ്കിലും പറയണോ, ഇഷ്ടപ്പെട്ട് 2 പേര് കല്യാണം കഴിഞ്ഞ് ഇനി നിൻ്റെ അടുത്ത് പറയാൻ നിൽക്കണോ എന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഹരീഷിനെയും സുധീഷിനെയും വിളിച്ചു വരുത്തി എന്തോ ചോദിക്കണമെന്ന് കൂട്ടുകാർ വിളിക്കുന്നുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് അടി കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിച്ച് ചതയ്ക്കുന്നുണ്ട് സുധീഷിനെയും ഹരീഷിനെയും. ഇത് കണ്ടുകൊണ്ട് നിന്ന ഭാസ്കരനും ഇടപെടുന്നുണ്ട്. എന്നാൽ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇവരാണെങ്കിൽ നിധിയും നീതുവും കൂടെ കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൽ എല്ലാവരും ഒത്തുതീർപ്പ് വിട്ടതാണ്. പിന്നെ എന്തിനാ വീണ്ടും ഒരു ബഹളം, പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുമുണ്ട്, ഇനിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ നീ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയി എന്ന് പറഞ്ഞ് നീതുവിൻ്റെ ആങ്ങളെടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീതുവിൻ്റെ ആങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹരീഷിനെയും സുധീഷിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും കൂടുതൽ കേസ് വിലക്കാൻ വേണ്ടി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് നിധി. എന്തായാലും അവർക്ക് മാത്രമേ കേസ് കൊടുക്കാവുള്ളൂ, അവരല്ലേ എപ്പോഴും കേസ് കൊടുത്ത് വീട്ടിലേക്ക് ആളെ കൊണ്ടുവന്നത്, തിരിച്ച് നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴാണ് വന്നത് അല്ലേ സുഭാഷ് ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, ഞങ്ങളാണെങ്കിൽ കേസ് കൊടുക്കാനും പോവില്ല, മോക്കാണെങ്കിൽ അന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ നിലവിളക്കൊക്കെ എടുത്ത് ഹരീഷിനെയും
സുധീഷ് എല്ലാവരൊക്കെ ഉണ്ട്. ആ സമയത്ത് സുധീഷ് പറയുക, നിധി നിലവിളക്കെടുത്ത് കയറ്റിയാൽ മതി നീതുവിനെയും ഹരീഷിനെയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇനി അടുത്തൊരു വീട്ടിൽ അടുത്ത ഒരു പെണ്ണുകൂടെ നമ്മളെ വീട്ടിൽ വന്നു, എന്തായാലും അടുത്തുള്ളവരെല്ലാവരും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറച്ച് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് അവരുടെ വലിയമ്മയും വലിയച്ഛനും എല്ലാവരൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുനന്ദ വരുന്നുണ്ട്. സുനന്ദ ഇറങ്ങി വീട്ടിലോട്ട് വരാൻ നിന്നപ്പോൾ നീ എവിടെ പോവാ എന്നൊക്കെ പറഞ്ഞ് വലിയച്ഛൻ വഴക്ക് പറഞ്ഞ് വീടിനകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, കണ്ടോ സുനന്ദ ചേച്ചി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നതാണ്, പക്ഷേ സുനന്ദയെ അങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി. അവർക്ക് മാത്രമുണ്ട് ഇത് സന്തോഷം, ബാക്കി എല്ലാവർക്കും കണ്ടില്ലേ അസൂയെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തോ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറയുക, ആര് വന്നിരുന്നാലും നമ്മുടെ ഭക്ഷണം കൊടുക്കും, ഒരു നല്ലൊരു ഫംഗ്ഷൻ നമുക്ക് നടത്തണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഫംഗ്ഷൻ നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്തുള്ള കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ കല്യാണം ഇതുപോലെയായിരുന്നു, പക്ഷേ ഇത്രത്തോളം വലിയൊരു സെറ്റപ്പൊന്നും അല്ല എങ്കിലും ചെറുതായിട്ട് നടത്താൻ പറ്റി, പക്ഷേ നിൻ്റെത് നല്ലതുപോലെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ, വൈകുന്നേരം ആയിട്ടെ നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു വലിയ പാർട്ടി തന്നെ നടത്തിക്കളയാം എന്നൊക്കെ പറഞ്ഞ് സുഭാഷും സുധീഷൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നിൽക്കുന്നുണ്ട് ഭാസ്കരൻ. അത് ശരിയാ, വലിയൊരു ഫംഗ്ഷൻ നടത്തണം, പക്ഷേ ഒരു കാര്യം, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് ഇവിടെ ബഹളം വയ്ക്കാൻ പറ്റില്ല, എങ്കിൽ ഇത് കുളമാവും എന്നൊക്കെ പറഞ്ഞ് നികേഷ് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് ഇന്ന് കുടിക്കണ്ടേ, ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ ശേഷം മതി നിങ്ങളുടെ ആഘോഷം, പക്ഷേ ഈ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിടയിൽ ഒരു ബഹളം ഉണ്ടാകാൻ പാടില്ല, അതെൻ്റെ നിർബന്ധം എന്ന് നിധി പറയുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത്. ശരി മോള് പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും അടുത്തുള്ള വീടുകളിലെ എല്ലാവരെയും വിളിച്ച് ഫംഗ്ഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ വന്നവർ പറയുക, കണ്ടോ ആദ്യമായിട്ട് ഇവിടെ ഒരു കുട്ടി വന്ന് കയറിയപ്പോഴത്തേക്കും ഇപ്പം ഈ വീട്ടിൽ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഇനി സുഭാഷിന് മാത്രമുണ്ട് കല്യാണം നടക്കാൻ, ഇനി അവന് കൂടെ കല്യാണം നടന്നാൽ മതിയായിരുന്നു എന്ന് അടുത്തുള്ളവർ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് നിന്ന സുഭാഷിന് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അത് സുധീഷ് കേട്ടിട്ട് പറയുക, ഇനി അടുത്ത കല്യാണം സുഭാഷിൻ്റെ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ചേട്ടൻ അതൊന്നും ചെവിക്കൊള്ളാൻ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയെടുത്ത് സുധീഷ് പറയുക, കണ്ടോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, സുഭാഷിൻ്റെ കല്യാണം നടന്നില്ല എന്ന് പറഞ്ഞ്, നമുക്കിനി അടുത്താണെങ്കിൽ സുഭാഷിൻ്റെ കല്യാണം നടത്തണം. ആ ജോത്സ്യനാണെങ്കിൽ അയാൾ അന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് ആ കല്യാണം മുടങ്ങിയത്, അല്ല എങ്കിൽ ആ കല്യാണം നമുക്ക് ഇതിനെക്കാട്ടും നല്ല രീതിയിൽ നടത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ ജോത്സ്യനെ കണ്ടെത്തി അയാൾക്ക് നല്ലതുപോലെ കൊടുക്കണം, അല്ല എങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് കഴിയട്ടെ എന്നിട്ടാ ബാക്കി കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത് സുധീഷ്. ഇനി ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും പറയാൻ പോകണ്ട, എന്തായാലും എനിക്കുറപ്പാണ് ആ ജോത്സ്യനെ കൊണ്ട് ഇങ്ങനത്തെ ഈ കള്ളം പറയിപ്പിച്ചത് എല്ലാം അമ്മായിയും വലിയച്ഛനും കൂടെ ചേർന്ന, അതെനിക്ക് ഉറപ്പാണ്, ഞങ്ങളെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെയാണ് അവർക്കൊരു പണി തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. അതുപോലെ തന്നെ ഈ വസ്തുവിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിലൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു, ഇനി അവർ കൊടുത്ത കേസല്ല, ഇനി നമ്മളാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഇരിക്കട്ടെ, നമുക്കാണെങ്കിൽ ഇനി ആ ഫംഗ്ഷൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് ആശംസകളൊക്കെ കൊടുത്തിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രീതിയിലിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഭാസ്കരൻ പറയുക, നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക, പണ്ട് ഈ പറയുന്ന നാട്ടുകാർ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടില്ല, കല്യാണം കഴിക്കില്ല, അഥവാ കല്യാണമല്ലെന്ന് വന്നാൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ മുടക്കി വിടും. ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും വിളിച്ച് ഞങ്ങളിവിടെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്, വന്നതിന് എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അടുത്തുള്ളവർ അസൂയോടും അങ്ങോട്ടും ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ പറയുക, ഇനി അടുത്ത കല്യാണം സുഭാഷിൻ്റെ, അത് ഇതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്, അതിന് എല്ലാവരെയും വിളിക്കും, വന്നിട്ട് സഹകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നിധിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയുക, സുഭാഷ് ഏട്ടാ, ഇനി നമുക്ക് സുഭാഷിൻ്റെ കല്യാണം അടുത്തത്, ഇവരുടെ കല്യാണം കഴിഞ്ഞു, എന്തായാലും ഇനിയാണെങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം,
ഇനി ആരെയാണോ കല്യാണം കഴിക്കുന്നത് അത് വേറൊരു വീട്ടിൽ താമസിക്കാൻ പറഞ്ഞാൽ അങ്ങനെയും ചെയ്യണം. അല്ലാതെ ഈ വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി ആ ഒരു ചിന്താഗതി മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് നിധി സുഭാഷിൻ്റെ അടുത്ത്. അതെനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടു പോകാൻ ഒരിക്കലും പറ്റില്ല. ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കും. അതുമാത്രമല്ല എൻ്റെ അനിയന്മാർ അവരെ കൂടെ കഴിയുന്നത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്വന്തം ജീവിതം കൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിധി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. നീതു ചോദിക്കുന്നുണ്ട്, എന്താ എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുക, സുധീഷേട്ടനെ ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാ ഇത്രത്തോളം ചെയ്യുന്നതെല്ലാം സുധീഷേട്ടനെ ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ മാറി നിന്നുകൊണ്ട് ഓരോന്ന് ദേഷ്യം കാണിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഞാനത് തുറന്ന് കാണിക്കില്ലെന്നേ ഉള്ളൂ. അങ്ങനെ സുധീഷും എൻ്റെ ഇഷ്ടം തുറന്ന് പറയുന്നുണ്ട് നീതുവിനടുത്ത്. അങ്ങനെ നീതു ആണെങ്കിൽ പറയുക, ഞാനാണെങ്കിൽ നിശ്ചിയുടെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇഷ്ടമൊക്കെ ഉണ്ട്, മനസ്സിലെ ഇഷ്ടമുണ്ടെങ്കിലും പുറത്തൊന്നും കാണിക്കാത്തതാ കേട്ടോ സുധീഷേട്ടാ എന്ന് നീതു പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സുധീഷിന്. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട്, എന്താ ഞാൻ പറയുന്നത് നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ എന്ന് ഭാസ്കരൻ വിളിക്കുന്നുണ്ട് അവസാനം. എന്താ 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 പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അതോ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് ആഘോഷം നടത്താവോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, അതിനെന്താ നടത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറയുക, ഇനി ബഹളം വയ്ക്കാതിരുന്നതിന് നന്ദി, അല്ലെങ്കിൽ എല്ലാത്തിലും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുള്ളൂ. ആ ഒരു ഫങ്ഷൻ കോളോ ആക്കുമായിരുന്നു ഇന്ന്, പക്ഷേ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല. അതിന് വളരെ നന്ദി അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നീതു പറയുക, എന്തായാലും ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയത് നിധി ചേച്ചിയുടെ ഒരു വരവോട് കൂടി തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഇനി സന്തോഷമായിട്ട് കഴിയണം, സുധീഷേട്ടനും നിധി ചേച്ചിയും എന്ന് നീതു പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിധി.